നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീടിന്റെ ഫ്രണ്ട് ഡോർ ഉണ്ടാക്കി ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നാടൻ തേക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ വർക്ക് കംപ്ലീറ്റ് ആയി ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ്. ഇൻട്രോ ഔട്ട്രോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഡോറിൻ്റെ ഫ്രെയിം വർക്ക് എല്ലാം നമ്മൾ തീർത്ത് വെച്ചതാണ്. 1 ഇഞ്ച് കനവും 5 ഇഞ്ച് വീതിയുള്ള ചട്ടമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയുള്ളത് ഡോറിൽ പലക കുടുക്കി ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മരം പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഉണക്കക്കുറവുണ്ടെങ്കിൽ വാതിൽ ചുങ്ങാനും അതുപോലെ തന്നെ പലകയ്ക്കിടയിൽ വിടവ് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. പലക ഫ്രെയിമിൽ കൊള്ളിക്കുന്ന വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല നാടൻ തേക്കാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളമൊക്കെ ഒഴിവാക്കി കാതിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. രണ്ട് പാളി ഡോറാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പലകയുടെ സൈഡിലുള്ള ഗ്രൂവ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാൻഡർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പലക ഒന്ന് ലെവൽ ചെയ്ത് മിനുസപ്പെടുത്തി എടുക്കുകയാണ്. അടുത്തായി ചെയ്യുന്നത് വൈസിലിട്ടുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ജോയിൻറ്റുകളെല്ലാം അടുത്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ജോയിൻറ്റുകൾ അടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്കിത് ഫ്രെയിമിൽ നിന്ന് പലക ഒരു വീതി നീളം കുറച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പലകയുടെ ഓരോ ജോയിൻറ്റിലും വൈസ് വെച്ച് ടൈറ്റ് ചെയ്ത് നോക്കിയ ശേഷമാണ് ജോയിൻറ്റിംഗ് എല്ലാം കൊള്ളുന്നുണ്ടോ എന്ന് നോക്കുന്നത്. ഫ്രെയിമിൻ്റെ കോർണർ 2 രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്ന് മുക്ക് മുറിച്ചും മുക്ക് മുറിക്കാതെയും ചെയ്യാറുണ്ട്. മുക്ക് മുറിക്കാതെ ചെയ്യുന്നതാണ് ഉറപ്പ് കൂടുതൽ. സൂത്രപ്പട്ടിക എല്ലാം വരുന്ന ഒരു ഡോറാണിത്. ഫ്രെയിമിൻ്റെ എക്സസ് വന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മണിച്ചിത്രത്താഴ് ലോക്ക് വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് 10 ഇഞ്ചിൻ്റെ വീതി സെൻട്രലായിട്ട് ചട്ടത്തിന് കൊടുത്തിട്ടുള്ളത്. പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വാതിലുണ്ടാക്കിയ ശേഷമായിരിക്കും മണിച്ചിത്രത്താഴ് ലോക്ക് വെക്കാം എന്നൊരു പ്ലാനിംഗ് ഒക്കെ വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വരുന്ന പലക ചിലപ്പോൾ വീതി കുറവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഫ്രെയിമിൻ്റെ പുറത്തായിരിക്കും മണിച്ചിത്രത്താഴിൻ്റെ ലോക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നത്. അത് വളരെ വൃത്തികേടായിരിക്കും. മണിച്ചിത്രത്താഴ് പോലുള്ള ലോക്കുകളെല്ലാം ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ സെൻട്രൽ ഭാഗത്ത് കുറച്ച് വീതി കൂടിയ ചട്ടം തന്നെ ഇടാൻ ശ്രമിക്കുക. മിനിമം 10 ഇഞ്ചെങ്കിലും വീതി കൊടുക്കുക. 10 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇഞ്ചിൻ്റെ റാഡുള്ള മണിച്ചിത്രത്താഴ് ലോക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി കുടുംബയും തുളയിലെല്ലാം നല്ല രീതിയിൽ പശ ഇട്ടുകൊണ്ട് നമുക്ക് ആണിട്ടുകൊണ്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. ജോയിൻറ്റിലും അതുപോലെ തന്നെ കുടുംബയിലും തുളയിലും എല്ലാം പശ നിർബന്ധമായി ഇട്ടിരിക്കേണ്ടതാണ്. വാതിലിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള പലകയാണ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെവിക്കോളെല്ലാം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിൽ പലക കൊള്ളിക്കുന്ന സമയത്ത് പലകയുടെ വീതി ഫ്രെയിമിൽ കൃത്യമായിട്ട്
കൊള്ളിച്ചില്ലെങ്കിൽ പിന്നീട് ഡോറ് തൂങ്ങുന്ന കംപ്ലൈൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഏതൊരു മരമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ഡോറ് ഫിറ്റ് ചെയ്ത ശേഷം ചെറിയ രീതിയിൽ ഒന്ന് ചുങ്ങും. അത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് മഴ വരുന്ന സമയത്ത് ലൂസാവുകയും വെയിൽ എറിക്കുന്ന സമയത്ത് ഇത് ടൈറ്റ് ആവുകയും ചെയ്യും. അത് മരത്തിൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെയാണ്. ഓരോ കോർണറിലും 3 മരത്തിൻ്റെ ആണികളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ജോയിൻറ്റിങ്ങിലെല്ലാം ആണിയിട്ട് ഉറപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലകയിലുള്ള ചെറിയ ഹോൾസും വിള്ളലുകളെല്ലാം വുഡിൻ്റെ പൊടിയും അതുപോലെ വുഡ് ഫിൽ ഉപയോഗിച്ചുകൊണ്ട് മിക്സ് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രെയിമിലുള്ള എക്സസ് വന്ന ഭാഗങ്ങളെല്ലാം സാൻഡർ ചെയ്ത് ഒപ്പമാക്കി കൊടുക്കുക എന്നുള്ളൊരു വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സസ് വന്ന ഭാഗങ്ങളെല്ലാം സാൻഡർ അടിച്ച് കളയുന്ന ഈ ഒരു പ്രോസസ്സാണ് വാതിലിൻ്റെ ഫിനിഷിങ് തീരുമാനിക്കുന്നത്. വുഡ് വർക്കിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്കിത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഫിറ്റ് ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ ടവർ ബോൾട്ട് വയ്ക്കുന്ന വീഡിയോ എല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.